ഇന്ത്യൻ വ്യാപാര മേഖലയിലും പ്രതിരോധ രംഗത്തും അമേരിക്കൻ താൽപര്യങ്ങൾക്ക് വഴങ്ങി മോദി സർക്കാർ. ട്രംപ് ഭരണകൂടത്തിന്റെ ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കുന്ന ഇന്ത്യ രാജ്യത്തിന്റെ സുരക്ഷയും സാമ്പത്തിക ഭാവിയും പാടെ മറക്കുകയാണ്. തന്ത്രപ്രധാനമായ പ്രതിരോധ ആണവ മേഖലകൾ അമേരിക്കയുടെ വാണിജ്യ താൽപര്യങ്ങൾക്ക് മുന്നിൽ അടിയറവ് വെക്കുകയാണ് മോദി സർക്കാർ. അമേരിക്കയ്ക്ക് വഴങ്ങി ഇന്ത്യ വ്യാപാര രംഗത്തിന് പുറമെ പ്രതിരോധ മേഖലയിലും മോദി സർക്കാർ US താൽപര്യങ്ങൾക്ക് വഴങ്ങുന്നു. 26% പകരം തീരുവ ഭീഷണിയിലൂടെയാണ് ട്രംപ് ഭരണകൂടം മോദി സർക്കാരിനെ വരുതിയിലാക്കുന്നത്. പകരം തീരുവ ഏതു വിധേനയും ഒഴിവാക്കാനായി ഇന്ത്യൻ വിപണി US ഉൽപ്പന്നങ്ങൾക്കായി തുറന്നിടുന്നതിനോടൊപ്പം പ്രതിരോധ ആണവ മേഖലയിലെ കച്ചവട താൽപര്യങ്ങൾക്കും വഴങ്ങുന്നു. ഇടക്കാല വ്യാപാര കരാറിനുള്ള ചർച്ച പുരോഗമിക്കുന്നതിനോടൊപ്പം 10 വർഷത്തെ പ്രതിരോധ ചട്ടക്കൂട് കരാറിലും ഒപ്പുവെക്കാനാണ് തീരുമാനം. US-ൽ നിന്ന് കൂടുതൽ പ്രതിരോധ ഉപകരണങ്ങൾ വാങ്ങുകയെന്ന ലക്ഷ്യത്തോടെയാണ് കരാർ. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്തും തമ്മിലുള്ള ഫോൺ സംഭാഷണത്തിലാണ് കരാറിന് ധാരണയായത്. കരാറിൽ ഒപ്പിടാൻ സിംഗ് ഉടനെ US-ലെത്തും. ക്വാഡ് വിദേശമന്ത്രിമാരുടെ സമ്മേളനത്തിന് US-ലെത്തിയ വിദേശകാര്യമന്ത്രി S. ജയശങ്കറും US പ്രതിരോധ സെക്രട്ടറിയെ കണ്ട് പ്രതിരോധ കരാർ ചർച്ച ചെയ്യുന്നതിന് പിന്നാലെയാണ് രാജ്നാഥ് സിംഗും US പ്രതിരോധ സെക്രട്ടറിയും ഫോണിൽ സംസാരിച്ചത്. ഇന്ത്യയെ പ്രധാന പ്രതിരോധ പങ്കാളിയായാണ് അമേരിക്ക കാണുന്നതെന്ന് പീറ്റ് ഹെഗ്സെത്ത് പറഞ്ഞു. ഫെബ്രുവരിയിൽ മോദി ട്രംപ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുള്ള സംയുക്ത പ്രസ്താവനയിലെ പ്രതിരോധ ലക്ഷ്യങ്ങളുടെ പുരോഗതി സിംഗും ഹെഗ്സെത്തും വിലയിരുത്തി. ഇന്ത്യൻ നിർമ്മിത യുദ്ധവിമാനങ്ങൾക്ക് ആവശ്യമായ GEF-40 എഞ്ചിനുകൾ വേഗം കൈമാറണമെന്ന് സിംഗ് അഭ്യർത്ഥിച്ചു. F-434 എഞ്ചിനുകൾ ഇന്ത്യയിൽ സംയുക്തമായി നിർമ്മിക്കുന്ന കരാർ സാധ്യമാക്കണമെന്നും ആവശ്യപ്പെട്ടു. ഇന്ത്യ-US ഇടക്കാല വ്യാപാര കരാർ പ്രഖ്യാപനം 2 ദിവസത്തിനകം ഉണ്ടാകുമെന്നാണ് വിവരം. US-ൽ നിന്നുള്ള കാർഷിക ഉൽപ്പന്നങ്ങളുടെ തീരുവ കുറയ്ക്കണമെന്ന നിലപാടിൽ അമേരിക്ക ഉറച്ചു നിൽക്കുകയാണ്. ഇക്കാര്യത്തിലുള്ള നീക്കം പരിഹരിക്കപ്പെടുന്നതോടെ കരാർ നിലവിൽ വരും. ആറ്റിലേക്ക് അച്ചുതാ ചാടല്ലേ ചാടല്ലേ എന്ന് പണ്ട് കവി പാടിയത് കാളകൂട വിഷം വമിക്കുന്ന കാളിന്തിയെ ഭയന്നാണ്. അതിലും അപകടകാരിയായ സാമ്രാജ്യത്യ ഭീകരൻ പത്തി ഒളിപ്പിച്ചു വെച്ച ആറ്റിലേക്ക് ചാടല്ലേ എന്നാണ് മുൻ ക്യാബിനറ്റ് സെക്രട്ടറിയും WTO-യിലെ ഇന്ത്യൻ പ്രതിനിധിയുമായിരുന്ന KM ചന്ദ്രശേഖറും ഇന്ത്യയുടെ മുൻ വാണിജ്യ സെക്രട്ടറി ഗോപാൽ പിള്ളയും WTO തർക്കപരിഹാര സമിതിയുടെ അപ്ലറ്റ് ബോഡി ചെയർമാനായിരുന്ന ഉജ്ജൽ സിംഗ് ഭാട്ടിയയും മുന്നറിയിപ്പ് നൽകുന്നത്. അവരുടെ നേതൃത്വത്തിൽ തയ്യാറാക്കപ്പെട്ട മെമ്മോറാണ്ടത്തിന് വിശ്വാസ്യത കൽപ്പിക്കാതിരിക്കാൻ രാജ്യത്തിനാകുമോ? സദാ ദേശീയത പാടുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും കൂട്ടർക്കും കഴിയുമോ? വിഷയം അമേരിക്കയുമായുള്ള ഉഭയകക്ഷി ചർച്ചയാണ്. രഹസ്യമായാണ് ചർച്ചകൾ. ഇന്ത്യ-പാക് യുദ്ധം ഒഴിവാക്കാൻ കാരണം വ്യാപാരകാര്യം പറഞ്ഞ് താൻ കണ്ണുരുട്ടിയതാണെന്ന ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് ശേഷമുള്ള ഈ ഉഭയകക്ഷി ചർച്ച യഥാർത്ഥത്തിൽ ഏറെ സുതാര്യമാക്കേണ്ടത് ആയിരുന്നു. ഇന്ത്യ-പാക് യുദ്ധം ഒഴിവാക്കാൻ കാരണം വ്യാപാരകാര്യം പറഞ്ഞ് താൻ കണ്ണുരുട്ടിയതാണെന്ന ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് ശേഷമുള്ള ഈ ഉഭയകക്ഷി ചർച്ച യഥാർത്ഥത്തിൽ ഏറെ സുതാര്യമാക്കേണ്ടതായിരുന്നു. ഇന്ത്യ-അമേരിക്ക ഉഭയകക്ഷി കരാർ ചർച്ചകളിൽ കാണുന്ന അതാര്യത ഭീതിജനകമാണ് എന്നതുകൊണ്ടാണ് WTO ചർച്ചകളിൽ നേരിട്ട് പങ്കെടുത്ത് അമേരിക്കൻ നീക്കങ്ങൾ നന്നായി അറിയാവുന്ന ഉന്നത ഉദ്യോഗസ്ഥർ ഇപ്പോൾ ആ വിഷപ്പത്തിയുടെ കാര്യം ഓർമ്മിപ്പിക്കുന്നത്. അതിലൊരാൾ WTO തർക്കപരിഹാര സമിതിയുടെ അപ്ലറ്റ് ബോഡി ചെയർമാൻ കൂടിയായിരുന്നു. അതിനെ നിർവീര്യമാക്കാൻ അമേരിക്ക നടത്തിയ കുടിലതകൾ ചെറുതല്ല. ഒടുക്കം കോറം തികയ്ക്കാനാകാത്ത വിധം പ്രവർത്തനരഹിതമാകുകയായിരുന്നു അമേരിക്ക. അതിലേക്ക് ആളെ നാമനിർദ്ദേശം ചെയ്യാതെ നീട്ടിക്കൊണ്ടുപോയാണ് നിർവീര്യമാക്കിയത്. സ്വന്തം നാട്ടിലെ കുത്തകകൾക്കു വേണ്ടി ഏതറ്റവും പോകുന്നതാണ് ബുഷിന്റെ ആയാലും ഒബാമയുടേതായാലും ട്രംപിന്റേതായാലും US ഗവൺമെന്റുകൾ. അമേരിക്കയുമായി ഇന്ത്യയുണ്ടാക്കുന്ന ഉഭയകക്ഷി കരാറുകൾ രാജ്യത്തെ സാധാരണ മനുഷ്യരുടെ താൽപര്യത്തിന് എതിരാകരുത് എന്നാണ് മെമ്മോറാണ്ടം ആവശ്യപ്പെടുന്നത്. കാർഷികോൽപ്പന്നങ്ങളും പാലുൽപ്പന്നങ്ങളും യഥേഷ്ടം കൊണ്ടുവന്ന് തള്ളാനുള്ള അവകാശമാണ് അമേരിക്ക ഉന്നയിക്കുന്നതത്രേ. സ്റ്റീൽ അടക്കമുള്ള ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അധിക ചുങ്കം ചുമത്തിയ അമേരിക്കൻ നടപടിയിൽ ഇന്ത്യ അനങ്ങാതിരുന്നപ്പോൾ ചൈന തിരിച്ചിങ്ങോട്ടും ചുങ്കം വർദ്ധിപ്പിക്കുകയായിരുന്നു. അതോടെ അധിക ചുങ്കം പിൻവലിക്കാൻ ട്രംപ് നിർബന്ധിതനായി. ഇവിടെ ഇന്ത്യ മൗനം പാലിച്ചത് നമ്മുടെ ബലഹീനതയാണ് എന്നാണ് മുൻ ക്യാബിനറ്റ് സെക്രട്ടറി അടക്കമുള്ളവരുടെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ WTO അംഗരാജ്യം എന്ന നിലയ്ക്ക് അതിന്റെ നിബന്ധനകളും വഴക്കങ്ങളും കൈവിട്ടുകൊണ്ട് ഒരു ഉഭയകക്ഷി കരാറും ഒപ്പിടരുത് എന്നാണ് മെമ്മോറാണ്ടം ആവശ്യപ്പെടുന്നത്. ഉഭയകക്ഷി കരാറിൽ നിന്നും തെറ്റിപ്പിരിയുന്നതാകും ഒരു കീഴടങ്ങൽ കരാറിന് വഴങ്ങുന്നതിലും നല്ലതെന്നും അവർ ഓർമ്മപ്പെടുത്തിയിരുന്നു. ഇന്ത്യൻ കർഷകരുടെ നടുവൊടിക്കുന്ന ഇന്ത്യയിലെ സാധാരണ വ്യവസായങ്ങളെ തകർത്തെറിയുന്ന ഒരു ഉഭയകക്ഷി കരാറാണ് അമേരിക്കയ്ക്ക് വേണ്ടത്. അത് ജനങ്ങളോട് തുറന്നു പറഞ്ഞ് അവരുടെ പിന്തുണയാർജിച്ച് സാമ്രാജ്യത്വ താൽപര്യങ്ങളോട് ഏറ്റുമുട്ടുകയാണ് ഒരു സ്വാതന്ത്ര്യ പരമാധികാര രാജ്യം ചെയ്യേണ്ടത്. എന്നാൽ വിദേശ മൂലധനത്തിന് കീഴടങ്ങിക്കൊണ്ടിരിക്കുന്ന മോദി സർക്കാർ രഹസ്യ ചർച്ചകൾ നടത്തി കീഴടങ്ങാനാണ് തയ്യാറാകുന്നത്.